വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗത്തിലുള്ള ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. യേശുദാൻ ഉയർത്തെഴുന്നേറ്റ ദിവസം അവന്റെ ശിഷ്യന്മാരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന യാത്രയിൽ ജെറുസലേമിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പരസ്പരം അവർ തർക്കിക്കുന്നത്. ആ യാത്രയിൽ അവരോടൊപ്പം ചേർന്ന് കിടക്കുന്ന യേശുദാന്റെ ചിത്രമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വേദഭാഗം മുഴുവൻ വായിക്കുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ നമ്മുടെ മനസ്സിൽ ഈ വേദഭാഗം സൃഷ്ടിക്കുന്നതാണ്. ഇവിടെ തുടക്കത്തിൽ അന്ന് തന്നെ ശിഷ്യന്മാരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂസ് എന്ന പട്ടണത്തിലേക്ക് പോകുന്ന കാര്യം പരാമർശിക്കുന്നു. പിന്നീട് യാത്രാമധ്യേ യേശുദാൻ ചേർന്ന് നടക്കുന്നതും അവരോട് ലഭിച്ച ഭക്ഷണം കഴിക്കുന്നതും അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണു തുറന്നതും അന്ന് രാത്രി തന്നെ അവർ തിരികെ ജെറുസലേമിലേക്ക് വരികയും പിന്നീടുള്ള പരാമർശമാണ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന 11 പേരെയും കൂട്ടുകാരെയും കണ്ടു എന്ന് വിശുദ്ധ ലൂക്കോസ് പ്രതിപാദിക്കുന്നു. ഒരുപക്ഷെ ഇവിടെ കൂടെ പോകുന്ന 2 പേരിൽ ഒരാളുടെ പേര് പരാമർശിക്കുന്നുണ്ട്, ക്ലെയോപ്പ എന്നുള്ള ഒരു വ്യക്തി. മറ്റൊരാൾ ആരാണ് എന്ന വേദപുസ്തകത്തിൽ ഇവിടെ പരാമർശിക്കുന്നില്ല. എന്തു തന്നെയായിരുന്നാലും യഹൂദന്മാരെ ഭയന്ന മുറിവുകളിൽ വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർ തന്നെയാകണം ഇവിടെ അനാഥരിക്കുന്ന നഗരമായ യെരൂശലേമിനെ വിട്ടുകൊണ്ട് എമ്മൂസ് എന്ന് പറയുന്ന മറ്റൊരു ദേശത്തേക്ക് പോകുവാനായിട്ട് ശ്രമിച്ചത്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടാണ് യേശുദാനെ അനുധാവനം ചെയ്യുവാനായിട്ട് അവർ ശ്രമിച്ചത്. അത്തരമൊരു അനുധാവനം ജീവിതത്തിന്റെ സ്വന്തമെന്ന് കരുതിയിരുന്ന വലിയ സമ്പാദ്യങ്ങളെ പൂർണ്ണമായിട്ടും നിശേഷമായിട്ട് കച്ചുടച്ചുകൊണ്ട് യേശുദാനെ പിൻപറ്റുവാനായിട്ട് ഇവർ പോയപ്പോ ഈ 2 ശിഷ്യന്മാരുടെ നടുവിൽ യേശുദാൻ പ്രവർത്തിക്കുന്ന ഇത്തരം ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ ചില ചിന്തകളിൽ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. നിരാശയുടെ നടുവിൽ നിഴലായി ദൈവം നമ്മോട് ഒപ്പമുണ്ടാകും. നിരാശയുടെ നടുവിൽ നിഴലായി ദൈവം നമ്മളോട് ഒപ്പമുണ്ടാകുമ്പോൾ മശിഹായെ കുറിച്ച് ഇവർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ പൂർണ്ണമായിട്ട് മാറുകയാണ്. ജെറുസലേമിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും ഇവർ വഴികളെ ചർച്ച ചെയ്തുകൊണ്ട് അതിൽ തർക്കിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിൽ തന്നെയാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് കുറെ കൂടി ആശയക്കുഴപ്പമുണ്ടായി. ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ചില സ്ത്രീകൾ കവറിൽ ചെന്ന് നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. വീണ്ടും അവർ കൂട്ടിച്ചേർത്തുകൊണ്ട് അതൊന്നുകൂടി സ്ഥിരീകരിക്കുവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരും ചെന്ന് നോക്കുമ്പോൾ അത് തന്നെ കാണും. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഇവരുടെ മനസ്സിൽ ഉണ്ടായ ചില ആശയക്കുഴപ്പങ്ങൾ അത് പരസ്പരം സംസാരിച്ചുകൊണ്ട് ചില തർക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ യേശുദാൻ കൂടെ നടന്നുകൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത്? കേട്ട മാത്രയിൽ അവർ ഒരുമിച്ച് ശത്രു എന്ന പോലെ യേശുദാനോട് അവനെ തിരിച്ചറിയാത്തവണ്ണം അവനോട് മറുപടി പറയുന്നു, നീ വിദേശത്തായിരുന്നോ? ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ നീ അറിഞ്ഞിട്ടില്ലേ? യേശുദാൻ അറിഞ്ഞില്ല എന്ന സംസാരത്തിലൂടെ വരുത്തുമ്പോൾ ഓരോ സംഭവങ്ങളും വെള്ളിക്കുള്ളിടാതെ ഇവർ
കേൾപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. യേശുദമ്പുരാൻ ഇത് കേട്ടുകൊണ്ട് തിരുവഴുത്തുകളെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശയുടെ ന്യായപ്രമാണം മുതൽ പ്രവാചകന്മാർ മുതൽ പഴയ നിയമത്തിന്റെ അവസാനം വരെയുള്ള പ്രവാചകന്മാരുടെ സകല വിവരണങ്ങൾ യേശുദമ്പുരാൻ ഈ യാത്രയിൽ ചേർന്നുകൊണ്ട് അവരെ ഓർമ്മിപ്പിക്കുന്നു. സന്ധ്യ അസ്തമിക്കുമ്പോൾ ഇവർ തങ്ങൾ ഉദ്ദേശിച്ചു വന്ന എമോസിലേക്ക് പട്ടണത്തിലേക്ക് തിരിയുവാൻ തുടങ്ങിയപ്പോൾ യേശുദമ്പുരാൻ ചോദിക്കുന്നുണ്ട്, ഞാൻ മുമ്പോട്ട് പോകുകയാണ്. ഇവർ തങ്ങളുടെ അബദ്ധധാരണകളെ തിരുത്തിത്തന്ന യേശുദമ്പുരാനെ തങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. യേശുദമ്പുരാൻ തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ കണ്ണു തുറന്നുകൊണ്ട് ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ചിരുന്ന സകല പ്രതിസന്ധികളെ കുറിച്ച് മനസ്സിലാക്കുവാൻ, അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുവാനുള്ള അവസരം അവർക്ക് കൈവന്നു. പ്രിയമുള്ളവരെ, നിരാശയിൽ ദൈവം എഴുതായി വർദ്ധിക്കണമെങ്കിൽ തിരുവചനത്തിന്റെ പൊരുളിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ. നിരാശയിൽ എനിക്ക് നിങ്ങൾക്കും ദൈവം അഭയമായി തോന്നണമെങ്കിൽ വേദപുസ്തകത്തിന്റെ വാക്കുകൾ എന്നോടും നിങ്ങളോടും സംസാരിച്ചെങ്കിൽ മാത്രമേ മതിയാകൂ. ഇവിടെ ഇത്തരം ഒരു സാഹചര്യങ്ങൾക്ക് മാത്രം അവസാനിക്കുന്നില്ല. രണ്ടാമത്, ഇവിടെ അപ്പം മുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് വീണ്ടും തുറക്കുന്നതായും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനായിട്ടും അവർക്ക് സാധിക്കുന്നതായിട്ടും മനസ്സിലാക്കും. രണ്ടാമത്, ഈ വേദപുസ്തക ഭാഗം നമുക്ക് തരുന്ന ഒരു ചിന്ത, ഈ മനുഷ്യരെ അന്വേഷിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദിയിൽ ഏഴരയിൽ ആദമുഖവുമായി ദൈവത്തിന്റെ കൽപ്പനകൾ തിരസ്കരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആദമേ എവിടെ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് അവന്റെ തെറ്റുകളെ കുറിച്ച് അവനൊരു ബോധ്യമുണ്ടാക്കി വീണ്ടും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ അവനൊരു വഴി ഒരുക്കി കൊടുക്കുകയാണ്. ഇവിടെ ശിഷ്യന്മാർ ഓരോരുത്തരും പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകുമ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇവർ വീണ്ടും നഷ്ടപ്പെട്ടു പോകരുത് എന്നൊരു ചിന്തയോടുകൂടി ഇവരെ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ യേശുദമ്പുരാൻ കടൽ തീരത്ത് പോയി നിൽക്കുന്ന ഒരു ചിത്രം പുസ്തകം നമുക്ക് തരുന്നുണ്ട്. ഇവിടെ രണ്ടുപേർ തന്നിൽ നിന്ന് പൂർണ്ണമായി കടന്നുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് മാറിപ്പോകുമ്പോൾ അവരോടൊപ്പം യേശുദമ്പുരാൻ ചേർന്ന് നടന്നുകൊണ്ട് തിരിച്ച് ഒരു ജീവിതാവസ്ഥയിലേക്ക് തന്നോടൊപ്പമുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കും. പ്രിയമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും അന്വേഷിക്കുമ്പോൾ എന്നോടൊപ്പം പിന്മാറ്റുന്ന അവൻ നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത്തരം ദൈവത്തിന്റെ ശബ്ദം തിരസ്കരിക്കണമെങ്കിൽ ഒരു നാളും സാധാരണ ജീവിതത്തിലേക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. മൂന്നാമത്, മനുഷ്യന് അനുഭവമാകുന്ന ഒരു ദൈവം. യേശുദമ്പുരാനെ അവൻ വ്യാഖ്യാനിച്ചു കൊടുത്ത തിരുവചനങ്ങളുടെ അറിവുകൊണ്ട് മനസ്സിലാക്കിയിരുന്ന ശിഷ്യന്മാർ അത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നത് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുക്കുന്നു. വിശുദ്ധ ആ വർണ്ണന വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ കുർബാനയിൽ അപ്പമെങ്ങനെ വാഴ്ത്തുമ്പോൾ നടത്തുന്ന യേശുദമ്പുരാനെ അതേ പ്രഖ്യാപനം തന്നെ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ലൂക്കോസ് അവരുടെ ഹൃദയത്തിലേക്ക് യേശുദമ്പുരാന്റെ വ്യാപാരത്തെ പൂർണ്ണമായിട്ട് പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുകയാണ്.